ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ദാ ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വരികയാണ്. അപ്പം ഇന്ന് ഞങ്ങൾ ചേച്ചിനെ തുപ്രംകോട് പോയിട്ട് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരാൻ പോവണ്ട. ഞാനുണ്ട്, ആദിൻ്റെ ഏട്ടനുണ്ട്, ഞങ്ങൾ മൂന്നാളും കൂടി ഞങ്ങൾ അന്നാരം ഒന്ന് പോയിരുന്നു കേട്ടോ. അന്നാരം പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് ഞങ്ങൾ ചേച്ചിനെ കൂട്ടാൻ പോണത്. ചേച്ചിയുടെ വീട് ഏതായാലും തിരൂർ ഏരിയയിലല്ലേ. അപ്പോൾ ചേച്ചിനെ കൂട്ടാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ വോയിസ് ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്, പലതും ഞാൻ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ പാട്ടിട്ടായിരുന്നു, മറ്റാൾക്ക് വണ്ടി കയറി അപ്പം പാട്ടിടണം. അപ്പോൾ അത് കാരണം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്ന കാരണമാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. തുപ്രംകോട് അമ്പലത്തിൻ്റെ അടുത്തുണ്ട് ചേച്ചിയുടെ വീട്. അപ്പോൾ ഞങ്ങളിതാ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് പോണ വഴിയാണ് കേട്ടത്. ഞാൻ ചേച്ചിക്ക് വിളിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്, മാറ്റി നിൽക്കുന്നുണ്ട്, അവന് വെയിറ്റിങ്ങിലാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതാ മറ്റാൾ ഉറങ്ങിയിരിക്കണം കേട്ടോ. അതുപോലെ ഉറക്കം ഇതായിക്കണം, അതായത് ഉച്ചയ്ക്കൊന്നും ഉറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഭയങ്കര കളിയായിരുന്നു. അവിടെ മേമൻ്റെ മോനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ ചേച്ചിയുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ട് അവിടേക്ക് വണ്ടി പോവും, ഓരോ മുറ്റത്തിൻ്റെ അവിടെ വണ്ടി പോവും. പക്ഷേ കാറായ കാരണം അവിടെ പോകണില്ല. ചേച്ചിയുടെ വീട്ടിലെത്തിയപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന അമ്മ കഴുകി വെച്ച ഓയിൽ ക്യാനും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അനിയൻ കൊണ്ടുവന്നതാണ് കേട്ടോ. അവിടെ നിന്ന് കടയിൽ നിന്ന് കിട്ടിയപ്പോൾ കൊണ്ടുവന്നാണ് കേട്ടോ. അത് നേരെ ചേച്ചിക്ക് കൊണ്ടു കൊടുത്തു. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലെത്തിയപ്പോൾ നല്ല പൂത്തരം കാര്യങ്ങളും തൃക്കാതിരപ്പിനും എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. അവിടെ നമ്മളൊന്നിപ്പോൾ 2 വർഷമായിട്ട് ഇപ്പോൾ നമ്മളെ വീട്ടിലൊന്നും ഇടലില്ല. ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളതൊന്നും ഇല്ലാതെ ഇപ്പോൾ ഓണമില്ല, ആഘോഷങ്ങളോ ഒന്നും ഇല്ലല്ലോ കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ എത്തിയപ്പോൾ ചേച്ചിയുടെ വീട്ടിലെത്തിയപ്പോൾ നേരെ പറമ്പിലെത്തിയപ്പോൾ നല്ല ഓമക്കായ വലിയ ഓമക്കായൻ്റെ മരം ഉണ്ട്. അപ്പോൾ അത് അതിൽ നിന്ന് തള്ളിയിട്ട് ഇതാക്കി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഫാഷൻ ഫ്രൂട്ട് നല്ല പഴുത്തത് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനത് കുത്തി തള്ളിയിട്ടാണ് കുറേ കഴിച്ചിട്ടോ അവിടുന്ന്. അങ്ങനെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഞങ്ങൾ ഇറങ്ങാൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചേച്ചി വാങ്ങിയൊരു പറമ്പുണ്ടായിരുന്നിട്ട് അവിടെ. അപ്പോൾ അത് കാണാച്ചിട്ടുള്ള പരിപാടിയിലോട്ട് ഞങ്ങൾ ഇറങ്ങേണ്ടത്. കാരണം ഇത് തൊട്ടടുത്താണ്, കൂടുതൽ ദൂരമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഓരോ വഴിയാണിത്, ഓരോ വീട്ടിലേക്ക് ഒരു കാറ് പോണ വഴിയാണ്, ചെറിയൊരു കാറ് പോണൊരു വഴി തന്നെ ഉള്ളൂ. പക്ഷെ നമുക്ക് വീതി കൂടുതലായതുകൊണ്ട് നമ്മളെ വണ്ടി അങ്ങോട്ട് കയറി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ പോകണം. അതിലുള്ള അടുത്ത വീട്ടിലൊരു റോഡ് സൈഡിൽ തന്നെയുള്ളൊരു പറമ്പുണ്ട്. അപ്പോൾ അതിലാണ് സ്ഥിരമായിട്ട് നിർത്തിയത് കേട്ടോ. അപ്പോൾ ഈ വീതി കൂടുതൽ കാരണം അതിനുള്ളിലേക്ക് കയറാത്തതുകൊണ്ടാണ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഈ റോഡിൻ്റെ പക്കത്ത് തന്നെയാണ് അവരെ വീട് വരുന്നത് കേട്ടോ. അവരെന്താ വെച്ചാൽ എല്ലാവരും കൂടിയാണ് നിൽക്കേണ്ടത്. വണ്ടി പിന്നെ നമ്മുടെ ടാറ്റ തന്നെ കേട്ടോ, അതിന് വരെ മാറ്റമൊന്നുമില്ല കേട്ടോ. അതെന്തായാലും മാറില്ല. അതിനിപ്പോൾ എന്ത് തന്നെ ആയാലും അതിന് നമ്മൾ തൂക്കി വെക്കുന്ന സമയത്ത് ഇനി കൊടുക്കുള്ളൂ കേട്ടോ, അല്ലാതെ ആ സാധനം കൊടുക്കില്ല. അപ്പോൾ നമ്മൾ ഏതായാലും ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള യാത്ര കേട്ടോ കുറച്ച് ദൂരമുള്ളൂ. അതിനകത്രം വീടിൻ്റെ അവിടെ നിന്ന് അതിനകത്രം ദൂരമൊന്നുമില്ല കേട്ടോ. നമുക്കിപ്പോൾ ഒരു ഏറിപ്പോയാലൊരു 1/2 കിലോമീറ്ററിനുള്ളിൽ ഒരു 100-300 മീറ്റർ അത്രേ വരുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചേച്ചി സ്ഥലം വാങ്ങിയതിൻ്റെ ശേഷം സ്ഥലത്തിൻ്റെ കാര്യത്തിട്ടാണ് ഇനി വീടിൻ്റെ ചെയ്യാൻ. അപ്പോൾ ഓരോരോ കാര്യങ്ങളുണ്ട്. പക്ഷേ സ്ഥലം കുഴപ്പമില്ല, അത് നല്ലൊരു സ്ഥലമായിട്ട് ഞാൻ ആദ്യം പോയി കണ്ടിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ചേച്ചി അതിന് ശേഷം അവിടെ കുറേ തൈകളും കാര്യങ്ങളും ഓരോന്നായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കിട്ടിയിട്ട് ഞങ്ങൾ പോവാണ്. ചേച്ചി വാങ്ങിയ പറമ്പുണ്ട്, ചേച്ചി പറമ്പിക്ക് പോയിട്ട് അതൊന്ന് പോയി കണ്ടിട്ട് വരാം. ഓക്കെ, നമ്മളെ വീടിൻ്റെ ചേച്ചിയുടെ വീട് പഴയ വീടിൻ്റെ അവർ നിൽക്കുന്ന വീടിൻ്റെ അവിടുന്ന് നമ്മളെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള റോഡിന് പോകാനായിട്ടുള്ളത്. നമ്മളെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ തുപ്രംകോട് അമ്പലത്തിൻ്റെ ഈ വലതുവശം ഫുള്ള് തുപ്രംകോട് അമ്പലത്തിൻ്റെ ചുറ്റുമതിലും കാര്യങ്ങളും അതിൻ്റെ പറമ്പും കാര്യങ്ങളൊക്കെ ഇട്ടാൽ. കാരണം ഒരു ഏരിയ അമ്പലത്തിന് ഒരു ഏരിയ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലോ. അപ്പോൾ അതിൻ്റെ തൊട്ട് ബാക്ക് വശമാണ് നമ്മളെ ചേച്ചിൻ്റെ വീട് വരുന്നത് കേട്ടോ. കൂടുതലായിട്ടൊന്നുമില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ അവിടെ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പോണ വഴി തന്നെ വളവും തിരിവും കാര്യങ്ങളും തന്നെ ഉള്ളൂ. കൂടുതൽ വളവും തിരിവും നമ്മൾ എത്ര ശ്രദ്ധിച്ച് പോകുന്നിടത്തോളം അത്രയും ശ്രദ്ധിക്കുക എന്നുള്ളതല്ലാതെ വേറെ മാർഗ്ഗമില്ല കേട്ടോ. കാരണം ഈ ബൈക്ക് കിടക്കുന്ന പറമ്പാണ് ചേച്ചീൻ്റെ പറമ്പ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ അതിപ്പോൾ 7 സെൻറ്റ് ചേച്ചി വാങ്ങിയതാണ് കേട്ടോ. എന്താ വെച്ചാൽ നേരെ ഒരു നല്ലൊരു കാഴ്ച കൊണ്ട് നിൽക്കുന്ന ഒരു പുളിമരം ഉണ്ട് കേട്ടോ, വലിയൊരു പുളിമരം ഉണ്ട്. അതിൽ തന്നെ ഉള്ളതാണ്. പിന്നെ അതിൽ തെങ്ങുണ്ട്, വാഴ ഉണ്ട്, പിന്നെ കുറേ മരങ്ങൾ ഇപ്പോൾ ചേച്ചി വെച്ചിട്ടുണ്ട്. റംബൂട്ടാൻ വെച്ചിട്ടുണ്ട്, പിന്നെ ഈ പുളി, ഓർക്കാപ്പുളി, കരിവേപ്പിൻ്റെ ഇല, പിന്നെ ഒരുപാട് നാരങ്ങ, പിന്നെ മറ്റേത് കൊക്കപ്പഴം, ഒരുപാട് മരങ്ങൾ ചേച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ നല്ല ഇതുള്ള ഹൈബ്രിഡ് ടൈപ്പ് തൈകളാണ് വെച്ചിട്ടുള്ളത്. ഇനി കാഴ്ക്കലൊക്കെ എന്താണെന്നുള്ളതൊക്കെ സമയത്തിനനുസരിച്ചിരിക്കും. പക്ഷേ ഇതിൻ്റെ തൊട്ടടുത്ത് വരുന്നൊരു നമുക്കൊരു വിഷമം തോന്നുന്നൊരു കാഴ്ച എന്താ വെച്ചാൽ ഈ പറമ്പിൻ്റെ തൊട്ട് അടിഭാഗം ഒരാളെ താഴ്ച കഴിഞ്ഞാൽ തന്നെ നല്ല പാറയായിട്ട് നല്ല ടമ്പറുള്ള പാറ തന്നെയാണ് വരുന്നത്. ഇതൊരു കോണായി ലെവലുള്ളൊരു സ്ഥലമായിട്ടത്, പക്ക സ്ക്വയറല്ല. എന്നിരുന്നാലും നല്ലൊരു വീടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഈ ഒരു നമുക്ക് സങ്കടം തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു കുളം ഉണ്ടല്ലോ,
ഇതൊരു വലിയൊരു കുളമാണ്. ആളുകളുള്ള വേസ്റ്റും കാര്യങ്ങളും ഒക്കെ പറമ്പിലിട്ടിട്ടുണ്ട്. പറമ്പിൻ്റെ വക്കിൽ നിന്ന് നേരെ കൊണ്ടുവന്നങ്ങാണ്ട് ഈ കുളത്തേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വേസ്റ്റ്, ഉള്ള ചപ്പും ചവറും ഉള്ള ഒരുപാട് വേസ്റ്റ്, എല്ലാ മാലിന്യങ്ങളും ഇതിൽ കൊണ്ടേ തള്ളുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ആകെ സങ്കടമായി പോയിട്ട്. അപ്പോൾ ചേച്ചി കയ്യിൽ കാണിച്ചു തരുന്ന മാവും തൈ അത് പാർട്ടിക്കാർ നമ്മൾ തരുന്നതിൻ്റെ മുന്നേ അവർ വെച്ചതാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞു കേട്ടോ ചേച്ചി. എന്താ വെച്ചാൽ പിന്നെ അതേമാതിരി വാഴ കുഴിച്ചിട്ട് ചേച്ചിയാണ്. പിന്നെ ഒരു മരങ്ങളൊക്കെ ഓൾ ഇതേമാതിരി ചെടിയും കാര്യങ്ങളൊക്കെ പരിഹരിക്കേണ്ട കാര്യത്തിൽ ഭയങ്കര മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാട്ടോ ചേച്ചി. എല്ലാ മരങ്ങളും ഒന്നിച്ചിട്ടല്ല എന്തും അതേമാതിരി കുഴിച്ചിടാനും ഉണ്ടാക്കാനും എല്ലാത്തിനും നോക്കി പരിചരിച്ച് നോക്കി കൊണ്ടുനടക്കാനും ചേച്ചി ഭയങ്കര സെറ്റപ്പാട്ടാണ്. ആ കാര്യത്തിലൊക്കെ ഉഷാറാണ്. അപ്പോൾ ചേച്ചീൻ്റെ അടുത്ത വീട് തൊട്ടടുത്ത് ബാക്ക് സൈഡിൽ വീടുണ്ട്, ലെഫ്റ്റ് സൈഡിൽ വീടുണ്ട്. പിന്നെ വലത്തേ ഭാഗത്ത് പിന്നെ ഒരു കുളമാണ്, ഒരു വേസ്റ്റ് കുളമാണ് പഴയ കാലത്ത് തന്നെയുള്ള. അപ്പോൾ അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് വേസ്റ്റ് കുളം. കാരണം ഇനിയിപ്പോൾ കുടിവെള്ളത്തിലും അതിൻ്റെ അംശം കാര്യങ്ങളൊക്കെ വരാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അത്രയ്ക്ക് ഒരു വൃത്തിയില്ലാത്തൊരു കിണറാണ്, അല്ലെങ്കിൽ കുളമാണ് കാണുന്നത്. കാരണം അത്രയും കെട്ടിക്കിടക്കുന്നത് കൊണ്ട് അത്രയും മലിനമായ വസ്തുക്കളല്ലാതെ വേറൊന്നും അതിലില്ല കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കൊണ്ട് ആകെ ഒരു സങ്കടം തോന്നും. അപ്പോൾ ഞാൻ നോക്കി ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ കെട്ടിപ്പൊന്തിച്ച ഭാഗം മണ്ണാണോ പാറയാണോ എന്ന് നോക്കുമ്പോൾ നല്ല ഉറപ്പുള്ള പാറുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ച് പക്കയാണ്. സ്ഥലത്തിൻ്റെ ഭാഗം താഴ്ച മണ്ണോ കാര്യങ്ങളോ പാടോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നല്ല സൂപ്പർ മണ്ണുള്ള ഭാഗം തന്നെ ആയതുകൊണ്ട് സമാധാനം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയായി. കാരണം നമുക്ക് ഇനി ഇവിടുന്ന് ചുറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ കൂടി നമ്മൾ ചെമ്പ്രോട്ടം പാലത്തിൻ്റെ ഒക്കെ മുന്നോടിയായിട്ടുള്ള ആലിങ്ങൽ എന്നുള്ള സ്ഥലത്തേക്കാണ് എത്താറുള്ളത് കേട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ആലിങ്ങൾക്ക്. ഇതിപ്പോൾ തൊട്ടടുത്ത വീട്, ചേച്ചീൻ്റെ തൊട്ടടുത്തുള്ള വീടാണ്, അയൽവാസികളാണ്. അപ്പോൾ എന്താ വെച്ചാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഉയർന്ന ലെവലിലാണ് അവരൊക്കെ. പിന്നെ ചേച്ചി ഒത്തിരി ഒരു താഴ്ച ഉണ്ടെന്നേനുള്ളൂ, അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒക്കെ അടുത്തടുത്ത് തന്നെ കേട്ടോ. മെയിൻ റോഡിൻ്റെ വക്കിനാണ് കേട്ടോ. കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുപ്രമ്പോണ അമ്പലത്തിൻ്റെ ബാക്ക് വശമായിട്ടാണ് വരുന്നത്. എന്തായാലും നല്ല ഒരു ഏരിയ ആണെന്ന് അറിയാം വീട്. അപ്പോൾ ചേച്ചിയുടെ സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. ചേച്ചിയുടെ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തൊരു കുളം ഉണ്ട് കേട്ടോ, വേസ്റ്റൊക്കെ ഇടുന്ന പഴയൊരു കുളം. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അതിന് പാറപ്പുറമുള്ള ഏരിയയാണ്, അതുകൊണ്ട് സമാനമുണ്ട്. മണ്ണൊന്നുമില്ല, ചളിയോ പാടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഏതായാലും നാട്ടിലേക്ക് പോകണ വീട്ടിലെത്തിയിരിക്കണം. ബൈ. വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും പഴയ മാതിരി തന്നെ എല്ലാവരും ഫോണിൽ കളിച്ചിരിക്കട്ടാ. പുതിയ കുട്ടികൾ ഫോണിൽ, വലിയൊരു ഫോണിൽ, ഇടയ്ക്ക് എല്ലാവരും ഫോണിൽ തന്നെ കേട്ടോ. ഒരാൾ പോലും ഫോണിൽ കളിക്കാതിരിക്കണില്ല. അതിലിടയ്ക്ക് ചേച്ചി കുട്ടികൾക്ക് ആപ്പിൾ മുറിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഈ ഫോൺ കളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലിടയ്ക്ക് അച്ഛൻ്റെ വത്തയ്ക്ക കൊണ്ടുവന്നു കേട്ടോ, വലിയ വത്തയ്ക്ക. നമ്മളെ വാട്ടർ മിലൻ എന്നും പറയും, പിന്നെ ഇപ്പോൾ ചിലയിടത്ത് പറയും മറ്റേ ചക്കരമനത്ത് എന്നും പല പേരിൽ അറിയപ്പെടുന്ന സാധനം. അപ്പോൾ എന്താ വെച്ചാൽ അത് കൊണ്ടുവന്ന് അങ്ങനെ എല്ലാവരും കൂടി അത് കഴിച്ചു, സന്തോഷമായിട്ട് അവിടെ ഇരുന്ന് കാരണം കഴിച്ചു. എല്ലാവരും ഒന്നിച്ചിങ്ങനെ ഒരു ആർഡർ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാകുമ്പോഴല്ലേ വരുള്ളൂ.